നമസ്കാരം. ജ്യോതിഷത്തിൽ രാഹുവും കേതുവും പാപഗ്രഹങ്ങളായി കണക്കാക്കപ്പെടുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ഈ രണ്ട് ഗ്രഹങ്ങളുടെയും മാറ്റം 12 രാശിക്കാരുടെ ജീവിതത്തെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കുന്നതുമാകുന്നു. പാപഗ്രഹമായ രാഹുവിനെ കുറിച്ച് പറയുമ്പോൾ അത് മീനരാശിയിലാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. പുതുവർഷത്തിൽ രാഹു നക്ഷത്ര സമൂഹം മാറ്റി രാഹു രേവതി നക്ഷത്രത്തിന്റെ 3ാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. രേവതി നക്ഷത്രത്തിന്റെ അധിപൻ ബുദ്ധിശക്തി നൽകുന്ന ബുധനാകുന്നു. 27 രാശികളിൽ അവസാനത്തെ രാശിയാണ് രേവതി നക്ഷത്രം. രേവതി നക്ഷത്രത്തിൽ രാഹുവിന്റെ പ്രവേശനം പല രാശിക്കാരുടെയും ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നതാകുന്നു. ഒരു ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾക്ക് കാരണമാകും എന്ന് തന്നെ പറയാം. ഈ രാശിക്കാർ ആരെല്ലാമാണ് എന്നും എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഈ രാശിയിലെ 12ാം ഭാവത്തിലാണ് രാഹു വസിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ മേടം രാശിക്കാർക്ക് ഈ സമയം സന്തോഷവും അതേപോലെ തന്നെ സമൃദ്ധിയും നേടുവാൻ സാധിക്കുന്നതാകുന്നു. ദാമ്പത്യ ജീവിതത്തിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ അവസാനിക്കാനുള്ള അവസരങ്ങൾ കൈവരുന്നതാകുന്നു. ഈ സമയം പങ്കാളിയുമായുള്ള നിങ്ങളുടെ ബന്ധങ്ങൾ വളരെ മെച്ചപ്പെട്ടതാകുന്നു. അതിനാൽ ദാമ്പത്യത്തിൽ ഏറെ നാളായി വന്നിരുന്ന തടസ്സങ്ങൾ മാറി നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. അതേപോലെ തന്നെ ധനപരമായ ഉയർച്ച, പ്രതീക്ഷിക്കാതെ തന്നെ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. ഈ സമയം ലോട്ടറി ഭാഗ്യം, നറുക്കെടുപ്പ് തുടങ്ങിയ കാര്യങ്ങളിൽ സമ്മാനം ലഭിക്കുവാൻ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനലാഭം വന്നു ചേരുവാൻ സാധ്യത കൂടുതലുള്ള രാശിക്കാരാണ് ഇവർ. എന്നാൽ ഒരു കാര്യവും അമിതമാകരുത് എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു. മറ്റൊരു രാശിയായി പറയുന്നത് മിഥുനം രാശിയാകുന്നു. മിഥുനം രാശിക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: രാഹു രേവതി നക്ഷത്രത്തിലായിരിക്കുമ്പോൾ അത് മിഥുനം രാശിയുടെ 10ാം ഭാവത്തിലായിരിക്കും. ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ രാശിക്കാർക്ക് ഭാഗ്യത്തിന്റെ പരിപൂർണമായ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും. പൂർണ്ണ പിന്തുണയാണ് കൈവരിക്കുവാൻ പോകുന്നത്. കാരണം മിഥുനം ബുധന്റെ രാശി ആയതിനാൽ തന്നെ അത്തരമൊരു സാഹചര്യം സംജാതം ആയിരിക്കുന്നതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരും. തീർച്ചയായും രാഹുവിന് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല സ്വാധീനം ചെലുത്തുവാൻ സാധിക്കുന്ന അവസരങ്ങളാണ് വന്നു ചേരുക. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് സാമ്പത്തികപരമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. വലിയ വിജയങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. നിങ്ങളുടെ കുടുംബത്തോടൊപ്പം നിങ്ങൾക്ക് നല്ല സമയം ചെലവഴിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പുതിയ വരുമാന മാർഗങ്ങൾ, പുതിയ രീതിയിലുള്ള വരുമാനം സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ തന്നെ ജീവിതത്തിൽ പെട്ടെന്ന് ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നതാകുന്നു. സമൂഹത്തിൽ ആദരവ് വർദ്ധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരും. വളരെ കാലമായി നിങ്ങൾ ആഗ്രഹിച്ചതും എന്നാൽ മുടങ്ങിക്കിടക്കുന്നതുമായ ചില കാര്യങ്ങൾ, ചില ജോലികൾ പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ കൈകളിലേക്ക് വന്നു ചേരും. ഈ സമയം ലോട്ടറി, അതേപോലെ തന്നെ നറുക്കെടുപ്പ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സമ്മാനങ്ങൾ ലഭിക്കാവുന്നതാണ്. എന്നാൽ ഒരു കാര്യവും അമിതമാകരുത് എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു. ഇഷ്ടദേവതയെയും അതേപോലെ തന്നെ ലക്ഷ്മി ദേവിയെയും പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഏറ്റവും വിശേഷമാണ് എന്ന കാര്യവും നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു രാശിയായി പറയുന്നത് കന്നിരാശിയാകുന്നു. രാഹു രേവതി നക്ഷത്രത്തിൽ പ്രവേശിച്ച് കന്നിരാശിയുടെ 7ാം ഭാവത്തിൽ നിൽക്കാൻ പോകുന്ന അവസരമാണ് ഇത്. കന്നിരാശിയുടെ അധിപനും ബുധൻ തന്നെയാകുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ഈ രാശിക്കാരുടെ ജീവിതത്തിൽ നല്ല ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. പ്രധാനമായും ബിസിനസ് ആരംഭിക്കുന്നതിലൂടെ വലിയ നേട്ടങ്ങൾ തന്നെ ഇവർക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും. പ്രതീക്ഷിക്കാതെ തന്നെ ലാഭങ്ങൾ ഇരട്ടിക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ വന്നു ചേരും. ഈ സമയം നിങ്ങളുടെ ഉത്സാഹം പല കാര്യങ്ങളിലും വർദ്ധിക്കുകയും അതിനാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നതുമാണ്. അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എളുപ്പത്തിൽ നേടുവാൻ സാധിക്കുന്നതാകുന്നു.
ലക്ഷ്യത്തിലേക്ക് വേഗം എത്തിച്ചേരുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും നിങ്ങൾക്ക് അല്പം പരിശ്രമിച്ചാൽ പോലും പെട്ടെന്ന് ഉയർച്ച നേടുവാൻ സാധിക്കുകയും ചെയ്യുന്നതാകുന്നു. തൊഴിൽ ചെയ്യുന്നവരുടെ പ്രവൃത്തികൾ പ്രശംസിക്കപ്പെടുകയും അതിനാൽ പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ ഇവർക്ക് പല വ്യക്തികളുടെയും പിന്തുണ ലഭിക്കുകയും അതുമായി ബന്ധപ്പെട്ട് പോലും സാമ്പത്തികപരമായ നേട്ടങ്ങൾ, ജോലിയിൽ ഉയർച്ച തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. ഈ സമയം ജോലിയുമായി ബന്ധപ്പെട്ട് ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി അല്ല എങ്കിൽ പോലും ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. വിദേശത്ത് പോലും ഈ സമയം ജോലി ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം ചില ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്ക് കൈവരിക്കുവാൻ സാധിക്കും. ആ ഉത്തരവാദിത്തത്തോടെ നിങ്ങൾക്ക് മുന്നേറുവാൻ സാധിക്കുന്ന അവസരം കൂടിയാണ് ഇത്. ശാരീരികവും മാനസികവുമായ പിരിമുറുക്കങ്ങളുണ്ട് എങ്കിൽ അത്തരം പിരിമുറുക്കങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനം ലഭിക്കുന്ന അവസരം കൂടിയാണ് ഈ സമയം എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ ചില കാര്യങ്ങൾ കൂടി ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. അതിൽ പ്രധാനമായും പറയുവാൻ സാധിക്കുന്നത് നറുക്കെടുപ്പ് അല്ലെങ്കിൽ ഭാഗ്യക്കുറി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ലാഭം നേടിയെടുക്കുവാൻ സാധിക്കും. ധനപരമായ ലാഭം നേടിയെടുക്കുവാൻ സാധിക്കും. എന്നാൽ നാം മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാ കാര്യവും ആവശ്യത്തിന് പാടുള്ളൂ. എല്ലാ കാര്യവും അമിതമാവുകയാണ് എങ്കിൽ അത് അതീവ ദോഷകരമായി തന്നെ നിങ്ങളെ ബാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതാകുന്നു. ഇത്തരത്തിൽ അല്പം ഭാഗ്യം വർദ്ധിച്ചിരിക്കുന്ന അവസരമായതിനാൽ തന്നെ നിങ്ങൾക്ക് നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. കടബാധ്യതകളാൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ അത്തരം കടബാധ്യതകൾ ഒരു പരിധിവരെ കുറച്ചു കൊണ്ടുവരുവാൻ അല്ലെങ്കിൽ വാക്കുകളാൽ തീർക്കേണ്ട ചില പ്രശ്നങ്ങൾ അത്തരത്തിൽ തീർക്കുവാനുള്ള അവസരങ്ങൾ പോലും നിങ്ങൾക്ക് കൈവരിക്കുവാൻ സാധിക്കും. ഈ സമയം ഏറ്റവും അനുകൂലമായ സമയമാണ് എന്ന് തന്നെ പറയാം. ഈ സമയം നിങ്ങൾ ചെയ്യേണ്ടത് ഇഷ്ടദേവതയെയും അതേപോലെ തന്നെ പരമശിവനെയും ആരാധിച്ച് മുന്നോട്ട് പോവുക. ലക്ഷ്മി ദേവിയുടെ മന്ത്രങ്ങൾ ജപിക്കുകയും ലക്ഷ്മി ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക.